Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ്. ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കോമൺ ഡൗട്ടാണ്, എനിക്ക് നല്ല പെർസെൻറ്റേജ് ഉണ്ട് പക്ഷെ എന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ വിളിച്ചിട്ടില്ല, ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിളിക്കുമോ അതോ ഞാൻ വെയിറ്റ് ചെയ്യണോ എന്നുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. സോ കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, 7012787895. അപ്പം നമുക്ക് നിങ്ങളുടെ കോമൺ ഡൗട്ടായ എനിക്ക് പേഴ്സൻറ്റേജ് ഉണ്ട് പക്ഷെ ട്രയലിൽ വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി എന്താണെന്ന് നോക്കാം. ആക്ച്വലി നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഇത്രയും കോളേജസ് ഉണ്ട്, സോ സീറ്റ് എല്ലാവർക്കും തികയുന്നുണ്ടോ, എത്ര സ്റ്റുഡൻസ് ആണ് കിട്ടാതിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന അലോട്ട്മെൻ്റ് ആണ് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി എന്ന് കരുതി ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാനും സാധിക്കില്ല. അപ്പം ജസ്റ്റ് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നോക്കാനായിട്ട് അലോട്ട്മെൻറ്റ് വിളിക്കുന്നതാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് നല്ല പേഴ്സൻറ്റേജ് ഉണ്ട് പക്ഷെ എന്നേക്കാൾ പേഴ്സൻറ്റേജ് കുറവുള്ള എൻ്റെ ഫ്രണ്ടിന് കിട്ടി, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് എന്നാലോചിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൊടുത്ത മെത്തേഡ് പോലെയാണ് നമ്മളെ വിളിക്കുക. അതായത് ചില കുട്ടികൾ എന്ത് ചെയ്യും, സെൽഫ് ഫിനാൻസിങ് അല്ലേ, നമ്മുടെ പ്രൈവറ്റ് കോളേജസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും. സോ എന്ത് ചെയ്യും, അവരെ ആ ഒരു കോളേജ് വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഗവൺമെൻറ് കോളേജസ് മാത്രമായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. സോ നമ്മുടെ ലിസ്റ്റ് ബേസിലായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം കൊടുത്ത കോളേജിൻ്റെ പ്രയോറിറ്റി എങ്ങനെയാണ്, സെക്കൻഡ് വൺ എങ്ങനെയാണ്, എങ്ങനെ നോക്കിയിട്ട് മാത്രമേ നമ്മളെ വിളിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. സോ എന്നേക്കാൾ പേഴ്സൻറ്റേജ് കുറവുള്ള കുട്ടിക്ക് കിട്ടി എന്ന് ആലോചിച്ച് യാതൊരു കാരണം വെച്ചാൽ നിങ്ങൾ വെറീഡ് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ കൊടുത്ത ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, സോ ഫസ്റ്റിൽ കിട്ടുമോ എന്നാലോചിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, തീർച്ചയായും നമുക്ക് നല്ല പേഴ്സൻറ്റേജ് ഉണ്ട്, അതുപോലെ നമ്മൾ ലിസ്റ്റ് കൊടുത്തത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോളേജസ് കിട്ടുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് വീണ്ടും ഫസ്റ്റിൽ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറീഡ് ആവേണ്ട, പേഴ്സൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ട ഒരു കാര്യം എന്നുള്ളത് ക്ഷമയാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ട്രയലിൽ കിട്ടിയില്ല അപ്പോൾ തന്നെ ടെൻഷൻ അടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഇനി ഫസ്റ്റിലും കിട്ടില്ല സെക്കൻഡിലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് വെറീഡായിട്ട് ഉടനെ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് അലോട്ട്മെൻറ്റ് നിറയെ ഉണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ പേര് ഡെഫിനറ്റ് ആയിട്ട് വിളിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.